ഓട്ടോഗ്രാഫ് സീരിയൽ ഒരു സൗഹൃദത്തിന്റെ കഥ. ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ 5 ഫിംഗേഴ്സ് എന്നറിയപ്പെടുന്ന 5 സുഹൃത്തുക്കളുടെ കഥയാണ്. രാഹുൽ, മൃദുല, നാൻസി, സാം, ജെയിംസ് എന്നിവരാണ് ആ 5 പേർ. നല്ലതിനോട് ചേർന്നു നിൽക്കുകയും തെറ്റിനെ എതിർക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. ഈ കൂട്ടത്തിൽ ജെയിംസ് ഒരു കോടീശ്വരനാണെന്ന് അവനുപോലും അറിയാമായിരുന്നില്ല. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ തന്റെ ചിലവുകളും സ്കൂൾ ഫീസും കണ്ടെത്തിയിരുന്നത്. അവന്റെ അമ്മ രോഗിയായതിനാൽ ജോലിക്കു പോകാൻ കഴിയുമായിരുന്നില്ല. ജെയിംസിന്റെയും കുടുംബത്തിന്റെയും ഏകസഹായി മാനസ ഓർഫനേജിലെ ഒരു മദറായിരുന്നു ബീനമ്മ. ജെയിംസ് ആരാണെന്ന് അവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഒരു ദിവസം ബീനമ്മയെ കാണാതായി. ജെയിംസും അമ്മയും അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. സത്യത്തിൽ ബീനമ്മ മരിക്കുകയായിരുന്നു. അതിനു പിന്നിൽ CKയും സ്റ്റീഫനുമായിരുന്നു. CKയുടെ അനിയൻ ആരാണെന്ന് ബീനമ്മയ്ക്ക് മാത്രമാണ് അറിയാമായിരുന്നത്. CK ഇപ്പോൾ അനുഭവിക്കുന്ന 600 കോടിയിൽ പകുതി 300 കോടി സ്വത്തിന്റെ അർഹൻ CKയുടെ അനിയനാണ്. CKയുടെ അച്ഛന് ബീനമ്മയിലുണ്ടായ മകനാണ് ജെയിംസ്. 18 വയസ്സ് തികയും മുമ്പ് ജെയിംസിനെ കൊല്ലുക എന്നതായിരുന്നു CKയുടെ ലക്ഷ്യം. എന്നാൽ ബീനമ്മയെ കൊന്ന് റെയിൽവേ ട്രാക്കിലിട്ടത് ജെയിംസിന്റെ സുഹൃത്തുക്കളായ രാഹുലും മൃദുലയും കണ്ടു. ഇത് മനസ്സിലാക്കിയ CK അവരെ പിന്തുടരുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആദ്യം CKയ്ക്ക് 2 ശത്രുക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് 5 ഫിംഗേഴ്സ് മുഴുവനുമായി. അവരെ കൊല്ലാൻ CK പലതവണ ശ്രമിച്ചു. ഇതിനായി സ്റ്റീഫനെ ബോയ്സ് ഹോസ്റ്റൽ വാർഡനാക്കി. എന്നാൽ അവരുടെ എല്ലാ ശ്രമങ്ങളെയും ജെയിംസ് ബുദ്ധിപൂർവ്വം പരാജയപ്പെടുത്തി. ഇതിനിടയിൽ ദീപാറാണി എന്നൊരു പുതിയ ശത്രു കൂടി 5 ഫിംഗേഴ്സിനുണ്ടായി. വിജയിക്കാൻ എന്തും ചെയ്യുന്ന അഹങ്കാരിയായ ദീപയെ പിന്തുണച്ചത് അവളുടെ അച്ഛനും കമ്മീഷണറുമായ ആളായിരുന്നു. അവരുടെ സ്കൂളിൽ പുതിയ പ്രിൻസിപ്പലായി ദീപയുടെ അമ്മ സേതുലക്ഷ്മി വന്നു. എന്നാൽ ദീപയ്ക്ക് അമ്മയോട് വെറുപ്പായിരുന്നു. അവൾ ഉദ്ദേശിച്ചത് നടന്നില്ലെങ്കിൽ പുറത്തുവരുന്ന ഒരു മാനസിക രോഗം അവൾക്കുണ്ടായിരുന്നു. ഒരു അപകടത്തിൽ നിന്ന് ജെയിംസ് സേതുലക്ഷ്മിയെ രക്ഷിച്ചു. അവർക്ക് അടിയന്തരമായി രക്തം ആവശ്യമായിരുന്നു. ജെയിംസിന്റെ അതേ രക്തഗ്രൂപ്പായിരുന്നു അവർക്ക്. ആ വിവരം സേതുലക്ഷ്മി അറിഞ്ഞപ്പോൾ തന്നെ രക്ഷിച്ചയാളെ അവർക്ക് മനസ്സിലായി. എന്നാൽ ജെയിംസ് ആ സത്യം അവരോട് പറഞ്ഞില്ല. ഒരു ആശുപത്രിയിൽ വെച്ച് ജെയിംസ് ദീപയെ കണ്ടുമുട്ടുകയും അവളുടെ അസുഖം മനസ്സിലാക്കുകയും ചെയ്തു. താനാണ് അവളുടെ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ ജെയിംസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദീപയുടെ മുന്നിൽ തോറ്റുകൊടുത്തു. ജെയിംസിന്റെ ഈ പ്രവൃത്തി ദീപയ്ക്ക് അവനോട് പ്രണയം തോന്നാൻ കാരണമായി. ഈ സമയത്ത് സ്റ്റീഫൻ റോസി എന്നൊരു കുട്ടിയെ ഉപയോഗിച്ച് 5 ഫിംഗേഴ്സിനെ കെണിയിലാക്കാൻ ശ്രമിച്ചു. തന്നെ നശിപ്പിച്ചത് ജെയിംസ് ആണെന്ന് റോസി സ്കൂൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. റോസിയെ കൊലപ്പെടുത്തി അതിന്റെ ഉത്തരവാദിത്വം സ്റ്റീഫൻ 5 ഫിംഗേഴ്സിന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നാൽ ജെയിംസും സുഹൃത്തുക്കളും നിരപരാധികളാണെന്ന് തെളിയിച്ചു. റോസിയുടെ ഫേസ് മാസ്ക് ധരിച്ച് പ്രേതമായി നടന്നാണ് അവർ അത് ചെയ്തത്. ഇതിനെല്ലാം സഹായിച്ചത് ജ്യോതി എന്നൊരു പെൺകുട്ടിയാണ്. ജ്യോതിക്ക് ജെയിംസിനോട് പ്രണയമുണ്ടായിരുന്നു. എന്നാൽ അത് പറയാൻ അവൾക്ക് സാധിച്ചില്ല. ജ്യോതി പിന്നീട് കൊല്ലപ്പെട്ടു. അതിനു പിന്നിൽ ജെയിംസിനോടുള്ള പ്രണയം കാരണം ദീപയായിരുന്നു. CKയുടെ സഹായത്തോടെ സ്റ്റീഫൻ ജയിലിൽ നിന്ന് രഹസ്യമായി പുറത്തുവന്നു. മൃദുലയെ ആക്രമിക്കാൻ സ്റ്റീഫൻ ഹോസ്റ്റലിലെത്തിയപ്പോൾ ദീപ മൃദുലയുടെ മുറിക്കു പകരം ജ്യോതിയുടെ മുറി കാണിച്ചുകൊടുത്തു. അങ്ങനെ സ്റ്റീഫൻ ജ്യോതിയെ കൊലപ്പെടുത്തി. ഈ സംഭവം 5 ഫിംഗേഴ്സിനെ തമ്മിലകറ്റാൻ ദീപ ഒരു അവസരമായി ഉപയോഗിച്ചു. രാഹുലിന് മൃദുലയോട് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ മൃദുലയ്ക്ക് റാമിനോടായിരുന്നു താൽപര്യം. റാം മൃദുലയെ ചതിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ രാഹുൽ മൃദുലയെ തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇത് ജെയിംസ് അറിഞ്ഞപ്പോൾ 5 ഫിംഗേഴ്സ് തമ്മിൽ ഭിന്നിച്ചു. അവരുടെ കൂട്ടത്തിൽ ആരും തമ്മിൽ പ്രണയിക്കില്ല എന്ന നിബന്ധന രാഹുൽ തെറ്റിച്ചുവെന്ന് പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടായി. എന്നാൽ ഈ ഭിന്നത അധികനാൾ നീണ്ടുനിന്നില്ല. റാം സ്കൂളിൽ ലഹരിമരുന്ന് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ജെയിംസ് മനസ്സിലാക്കി. റാം ജയിലിലായി. മൃദുലയ്ക്ക് റാം ചെയ്ത ചതി മനസ്സിലായി. ദീപയാണ് ജ്യോതിയുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് പ്രിൻസിപ്പലിന്റെ മുന്നിൽ ജെയിംസും കൂട്ടരും തെളിയിച്ചു. ദീപ തന്റെ തെറ്റ് സമ്മതിക്കുകയും ഒരു നല്ല കുട്ടിയായി മാറുകയും ചെയ്തു. ഇനി 5 ഫിംഗേഴ്സിന്റെ ലക്ഷ്യം CKയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നതായിരുന്നു. CKയ്ക്ക് തന്റെ അനിയൻ ആരാണെന്ന് മനസ്സിലായി. ജെയിംസിന്റെ 300 കോടിയുടെ സ്വത്തിന്റെ രേഖകൾ സേതുലക്ഷ്മിയുടെ കൈവശമുണ്ടായിരുന്നു. CKയെ പിടിക്കാൻ ജെയിംസും കൂട്ടരും ഒരു തന്ത്രം മെനഞ്ഞു. CKയുടെ ലൈവ് അഭിമുഖത്തിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ സഹായത്തോടെ രാഹുൽ CKയുടെ ശബ്ദത്തിൽ CK ചെയ്ത തെറ്റുകൾ പറഞ്ഞു. അങ്ങനെ 5 ഫിംഗേഴ്സ് CKയെ ജയിലിലാക്കി. ഇപ്പോൾ ജെയിംസിന് 18 വയസ്സായി. അവൻ 300 കോടിയുടെ സ്വത്തിന് ഉടമയായി. അവരുടെ സ്കൂൾ ജീവിതം അവസാനിച്ചു.